സത്യവിശ്വാസികളായ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ വളരെ സന്തോഷകരമായ ദിവസങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെയൊക്കെ ജീവിക്കുന്നവനാണ് എങ്കിലും അവൻ്റെ ജീവിതത്തിലെ വലിയ സന്തോഷങ്ങളിൽപ്പെട്ടതാണ് അല്ലാഹു നമ്മൾക്ക് സമ്മാനമായി നൽകുന്ന പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേപോലെ റമദാനിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ സഹാബാക്കളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു: സഹാബാക്കളെ, ഖദ് ജാഅക്കും ശഹ്റു റമദാൻ, റമദാൻ ഇതാ നമ്മളിലേക്ക് വരികയാണ്. അല്ലാഹു നമ്മൾക്ക് സമ്മാനമായി നൽകാൻ പോവുകയാണ്. ശഹ്റുൻ മുബാറക്കുൻ, ബർക്കത്താക്കപ്പെട്ട ഒരു മാസമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഖദ് അളല്ലുക്കും ശഹ്റുൻ അളീമുൻ മുബാറക്കുൻ, മറ്റുള്ള മാസങ്ങളിനേക്കാളും അല്ലാഹു ശ്രേഷ്ഠത നൽകി അല്ലാഹു ബർക്കത്താക്കിയ മാസമാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? റമദാനിൻ്റെ നോമ്പോ നിസ്കാരോ മാത്രമല്ല റമദാൻ പവിത്രമാകാനുള്ള കാരണം. റമദാനിൻ്റെ ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും ബർക്കത്താണ്. അങ്ങനെയുള്ളൊരു മാസം ഇതാ അല്ലാഹു നമ്മൾക്ക് നൽകാൻ പോവുകയാണ്. ഫറദല്ലാഹു അലൈക്കും സിയാമു, അതിലാണ് അല്ലാഹു നമ്മൾക്ക് നിർബന്ധമായ നോമ്പ് അല്ലാഹു നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് സമാഗതമാകാൻ പോവുകയാണ്. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, സഹാബാക്കൾ റമദാൻ ഏകദേശം അടുക്കാറാകുമ്പോൾ പല സഹാബാക്കളും പറയാറുണ്ട്, ഞങ്ങൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, നാഥ നീ ഞങ്ങൾക്ക് റമദാനിലേക്ക് ദീർഘായുസ് നൽകണമേ എന്നും റമദാനിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യുവാനുള്ള തൗഫീഖ് നൽകണമേ എന്നും. സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് റമദാനിനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വർഷത്തെ റമദാനിനെ നീ നൽകണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം റമദാനിൽ പൂർണ്ണമായും ഇബാദത്തുകൾ എടുത്ത് അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി തീരുവാനുള്ള ഈമാനും തഖ്വയും ഖുശൂഉം ഭക്തിയുമെല്ലാം നീ നാഥ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് തടസ്സമില്ലാതെ നമ്മൾക്ക് ലഭിക്കുന്നത് വരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് റമദാൻ ഇത്രമേൽ പരിശുദ്ധമായത്, ഇത്രമേൽ ശ്രേഷ്ഠമായത്? ഒന്നോ രണ്ടോ ഖുത്ബയിൽ തീർക്കാൻ പറ്റുന്ന അത്രയൊന്നോ അല്ല അള്ളാഹുവും പ്രവാചകനും റമദാനിന്റെ സവിശേഷതകളായി നമ്മൾക്ക് പഠിപ്പിച്ചെന്നത്. എന്നാൽ അതിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു 10ഓളം സവിശേഷതകൾ നമ്മളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഖുത്ബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റമദാനിലേക്ക് അടുത്ത ജുമഅ വരുമ്പോഴേക്കും റമദാനിൽ നമ്മൾ നോമ്പുകാരായിരിക്കും. അപ്പോഴേക്കും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള റമദാനിനെ കുറിച്ച് ബോധ്യമുണ്ടാകുമ്പോഴേ നമ്മൾക്കൊന്നുകൂടി ഖുശൂ ഉണ്ടാവുകയുള്ളൂ, ഒന്നുകൂടി ഇഖ്ലാസ് ഉണ്ടാവുകയുള്ളൂ. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു 10ഓളം അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ച കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് റമദാൻ എന്തുകൊണ്ട് സവിശേഷമാകുന്നു. ഒന്നാമത്തെ കാര്യം, റമദാൻ നമ്മൾക്ക് സ്വർഗം നൽകും എന്നതാണ്. നമ്മൾ എന്തിനാണ് മുസ്ലിമായത് എന്ന ചോദ്യത്തിന്, നമ്മൾ എന്തിനാണ് മുസ്ലിമീങ്ങളിൽ നിന്ന് മുത്തഖിയായത് എന്ന ചോദ്യത്തിന്, എന്തിനാണ് നമ്മൾ മുഅ്മിനായത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ നമ്മൾക്കുള്ളൂ: നമ്മൾക്ക് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി. മുസ്ലിം ആകാതെ ജീവിച്ചാൽ ഈ നാട്ടിൽ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് അംഗീകാരങ്ങൾ കിട്ടുമായിരുന്നു. നമ്മൾ മുഅ്മിനാകാതെ ജീവിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ പോലും പലരും നമ്മെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നമ്മൾ മുഅ്മിനായി ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് നമ്മൾക്കൊക്കെ ഒറ്റ ഉത്തരം: സ്വർഗം ലഭ്യമാകണം. ഈ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരണം. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നമ്മൾക്ക് സ്വർഗമുണ്ട് എന്ന് നമ്മുടെ ആത്മാവ് പിടിക്കുന്ന മലക്കുൽ മൗത്ത് നമ്മളോട് പറയണം. അതിനുവേണ്ടിയാണ്
നിസ്കരിക്കുന്നത്, നോമ്പ് നോൽക്കുന്നത്, നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, നമ്മൾ പള്ളിയിലേക്ക് വരുന്നത്, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത്, നമ്മുടെ ഇഷ്ടങ്ങളിൽ പലതും നമ്മൾ ഉപേക്ഷിക്കുന്നത് എല്ലാം സ്വർഗത്തിന് വേണ്ടിയാണ്. എന്നാൽ റമദാനിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ജാഅ റമദാൻ, റമദാൻ വന്നെത്തിയാൽ ഫുതിഹത്തു അബ്വാബും, അല്ലാഹു അതുവരെ തുറക്കാത്ത രൂപത്തിൽ തുറന്നു വെച്ചു തരും. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെ സ്വർഗത്തിൽ അല്ലാഹു ആളുകളെ സന്നിവേശിപ്പിക്കും. അല്ലാഹു സ്വർഗത്തിലേക്ക് ആളുകളെ കൂട്ടം കൂട്ടമായി പ്രവേശിപ്പിക്കും. റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ ആലോചിച്ചു നോക്കണം. പ്രവാചകന്റെ ഒരു വാക്കുണ്ട്, ഹാദാ ശഹ്റു സബ്ർ, ഇത് ക്ഷമയുടെ മാസമാണ്. സവാബുഹു അൽ ജന്ന, ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുന്നവന് ഒരൊറ്റ പ്രതിഫലമാണ്, ആ പ്രതിഫലം സ്വർഗമാണ്. നമ്മൾ അല്ലാഹുവിനോട് ഇത്രയും കാലം ആഗ്രഹിച്ച സ്വർഗം, ഇത്രയും കാലം നമ്മൾ നാഥനോട് പ്രാർത്ഥിച്ച സ്വർഗം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ലോകത്തെല്ലാത്തിനേക്കാളും അപ്പുറം ആഗ്രഹിച്ച സ്വർഗം അല്ലാഹു നമ്മൾക്ക് നൽകും. റമദാനിന്റെ ഒന്നാമത്തെ സവിശേഷതയാണ്. സഹോദരങ്ങളെ, രണ്ടാമത്തേതാണ് സ്വർഗത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രമാണോ ആഗ്രഹിക്കുന്നത്, അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് നരകമോചനവും. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ സഹിക്കാൻ കഴിയാത്ത വേദനയാണ് എന്ന് നമ്മൾക്കറിയാം. നാറു ജഹന്നമ അശദ്ദു ഹർറ, ലോകത്തിലെല്ലാ ചൂടിനേക്കാളും അതിശക്തമാണ് നരകത്തിന്റെ തീജ്വാലകൾ എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ സ്വർഗത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് കൂട്ടരെ നമ്മുടെ സമ്പത്തിൽ ഹറാമ് വരരുത് എന്ന് നമ്മൾക്ക് കണിശതയുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് നമ്മളോട് പലരും ഹറാമായ സമ്പത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ വേണ്ട എന്ന് നമ്മൾ പറയാനുള്ള കാരണം? നമ്മുടെ ജീവിതത്തിൽ പല വാക്കുകളും നമ്മൾ കോപം വരുമ്പോൾ വിഴുങ്ങാനുള്ള കാരണം എന്താണ്? നമ്മൾ പല സ്വഭാവങ്ങളിലും മാറ്റം വരുത്തിയത് എന്തുകൊണ്ടാണ്? ഒരേ ഒരു കാരണം, പലതും വേണ്ട എന്ന് വെച്ചത്, പലതും നമ്മൾ ഉൾക്കൊണ്ടത്, പലതും നമ്മൾ ചെയ്യാതിരുന്നത് എല്ലാം നരകത്തിൽ പോകരുതേ എന്ന ആഗ്രഹം കൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, റമദാൻ വന്നാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ അള്ളാഹു മലർക്കെ തുറക്കും. നരകത്തിലേക്കുള്ള പ്രവേശനങ്ങൾ അള്ളാഹു അവസാനിപ്പിക്കും. ചെറിയ ചെറിയ പാപങ്ങൾ, സംഭവിക്കുന്ന അബദ്ധങ്ങൾ, അവ കൊണ്ട് നരകത്തിലേക്ക് പോകുന്നത് അള്ളാഹു നിർത്തിവെക്കും. നരകമിനിയില്ല, സ്വർഗത്തിന്റെ കവാടങ്ങളാണ് തുറക്കുന്നത്. നരകത്തിന്റെ കവാടങ്ങൾ അള്ളാഹു അകറ്റി നിർത്തും. സഹോദരങ്ങളെ, പ്രവാചകന്റെ ഒരു വചനമുണ്ട്, സന്തോഷം നൽകുന്ന വാക്കുകളാണ്. റമദാനിൽ നമ്മൾ ഒരു നോമ്പ് നോറ്റാൽ, 30 നോമ്പുകളിൽ ഒന്ന് നോറ്റാൽ, അബ്അദല്ലാഹു, അള്ളാഹു നമ്മെ അകറ്റും, മിനന്നാരി, നരകത്തിൽ നിന്നും, 70 ഖരീഫൻ, 70 കൊല്ലത്തെ യാത്രാ ദൂരത്തേക്ക്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ 70 വർഷം തുടർച്ചയായി യാത്ര ചെയ്താൽ എത്ര ദൂരമെത്തുമോ അത്രയും ദൂരം ഒരൊറ്റ നോമ്പ് കൊണ്ട് അല്ലാഹു നരകത്തിൽ നിന്നും അകറ്റും. രണ്ടാമത്തെ നോമ്പ് കൊണ്ട് വീണ്ടും 70 വർഷക്കാലത്തേക്കുള്ള യാത്രാ ദൂരം അല്ലാഹു അകറ്റും. അങ്ങനെയുള്ളത് റമദാനോടുകൂടി അവസാനിക്കും. ഇത്രമാത്രമുള്ള നരകമോചനം. സഹോദരങ്ങളെ, അതുകൊണ്ട് റമദാനിന്റെ രണ്ടാമത്തെ പ്രത്യേകത, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗം ലഭിക്കുന്നതോടൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന നരകത്തിൽ നമ്മൾക്ക് അല്ലാഹു പൂർണ്ണമായി മുക്തി നൽകുമെന്നതാണ്. മൂന്നാമത്തേത്, സ്വർഗം ലഭിക്കുന്നതിനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും നമ്മൾക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ പാപങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന നന്മകൾ മാത്രമല്ല അള്ളാഹുവിന്റെ തുലാസിൽ ഖനം തൂങ്ങുക, മറിച്ച് നമ്മൾ ചെയ്യുന്ന പാപങ്ങളും നാളെ പരലോകത്ത് അല്ലാഹു കൊണ്ടുവരും. ആ പാപങ്ങൾ ഇല്ലാതായെങ്കിൽ മാത്രമേ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും നരകത്തു നിന്ന് രക്ഷപ്പെടാനും കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള രഹസ്യമായതും പരസ്യമായതും ചെറുതും വലുതുമായ, അല്ലാഹു നമ്മൾക്ക് വിലക്കിയതും നമ്മൾ അറിവില്ലാത്തതുമായി ചെയ്തിട്ടുള്ള കോടാനുകോടി പാപങ്ങൾ ഉണ്ടാകും. സംസാരത്തിൽ, ഇടപാടുകളിൽ, സ്വഭാവങ്ങളിൽ, സാമ്പത്തിക മേഖലകളിൽ, നമ്മുടെ കണ്ണുകൊണ്ട്, നാവുകൊണ്ട്, കൈകാലുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഓരോ പാപങ്ങളും നമ്മുടെ സ്വർഗത്തിന് തടസ്സമായി നിൽക്കുന്നു, നരകത്തിലേക്ക് നമ്മൾക്ക് വഴിയായി നിൽക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, റമദാൻ എത്തിയാൽ നോമ്പിലൂടെ, തറാവീഹിലൂടെ, ദാനധർമ്മത്തിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, പള്ളിയിലേക്കുള്ള വരവോടുകൂടി, ക്ലാസുകൾ കേൾക്കുന്നതോടെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ദിക്റുകൾ, ദുആകളിലൂടെ അള്ളാഹു നമ്മുടെ മുഴുവൻ പാപങ്ങളെയും പുറത്തു തരുന്നു. നമ്മൾ സാധാരണ
ഉംറയുടെയും ഹജ്ജിന്റെയും ഒക്കെ ക്ലാസ്സിൽ കേൾക്കുന്ന വാക്കില്ലേ, ജനിച്ച കുട്ടിയെപ്പോലെ തിരിച്ചു വരും. അതേ പ്രയോഗം റമദാനിന്റെ 30 നോമ്പെടുക്കുന്ന ഒരാളെ കുറിച്ചും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. കയൗമിൻ വലദതുഹു ഉമ്മുഹു, ഒരു കുട്ടി ജനിക്കുമ്പോൾ അവന്റെ ഹൃദയം എത്രമാത്രം പരിശുദ്ധമാണോ അതേ പരിശുദ്ധതയോടുകൂടി ഒരു പാപത്തിന്റെ കറയുമില്ലാതെ റമദാനിന്റെ ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹു അവനെ മാറ്റും. മൂന്നാമത്തെ സവിശേഷത അതാണ്. നാലാമത്തേത്, റമദാൻ സവിശേഷമാകാനുള്ള കാരണം എന്താണ്? റമദാനിന് ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ, അള്ളാഹുവിന്റെ വക്കൽ 12 മാസങ്ങളുണ്ടല്ലോ. ആ 12 മാസങ്ങളിൽ ഖുർആനിൽ പേരു പറഞ്ഞ മാസം റമദാൻ മാത്രമാണ്. അതിനു കാരണം എന്താണ്? അതിന് കാരണമാണ് നാലാമത്തെ സവിശേഷത. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ലോകത്തിന്റെ അത്ഭുതമായ കാലാതിവർത്തിയായ പ്രവാചകന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയത് ശഅബാനിലല്ല, ദുൽഖഅദയിലല്ല, ദുൽഹിജ്ജയിലല്ല, റബീഉൽ അവ്വലിലല്ല, റമദാനിലാണ്. അവിടേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, റമദാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. എന്നിട്ട് പ്രവാചകനെ കൊണ്ട് ഖുർആൻ ആദ്യാവസാനം വരെ പ്രവാചകനെ കൊണ്ട് ഹിഫ്ള് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കും. പ്രവാചകൻ മരിക്കുന്ന അവസാനത്തെ വർഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 1 തവണ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഖുർആൻ മനപ്പാഠമാക്കിയത് വീണ്ടും വീണ്ടും കേട്ടു. സഹോദരങ്ങളെ, ഖുർആൻ മാത്രമാണോ റമദാനിൽ ഇറങ്ങിയത്? അല്ല. പ്രധാനപ്പെട്ട മുൻപ് അള്ളാഹു ഇറക്കിയ അമ്പിയാക്കന്മാർക്ക് കൊടുത്ത സുഹഫുകളും കിതാബുകളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് മുഴുവനും അള്ളാഹു ഇറക്കിയത് റമദാനിലാണ്. ഉൻസിലത്ത് സുഹഫ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു ഇറക്കിയ ഏടുകൾ ഫി അവ്വലി ലൈലത്തിൻ മിൻ റമദാൻ, റമദാൻ 1 ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്കുള്ള ഏട് അല്ലാഹു ഇറക്കിയത്. വ ഉൻസിലത്തി തൗറാത്ത് ലിസിത്തി മുളീന മിൻ റമദാൻ, റമദാനിലെ 6 നോമ്പുകൾക്ക് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് ഇറക്കിയത്. വ ഇൻജീൽ ലി13 ഖല്ലത്ത് മിൻ റമദാൻ, റമദാനിലെ 13 നോമ്പുകൾക്ക് ശേഷമാണ് അല്ലാഹു ഇൻജീൽ ഇറക്കിയത്. വ ഉൻസില സബൂർ ലി18 ഖല്ലത്ത് മിൻ റമദാൻ, റമദാൻ 18 ശേഷമാണ് അല്ലാഹു സബൂർ ഇറക്കിയതും. ഖുർആൻ മാത്രമല്ല റമദാനിൽ ഇറക്കിയത്, ഇൻജീലും തൗറാത്തും സബൂറുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ മാസമാണ് റമദാൻ. അഞ്ചാമത്തെ സവിശേഷത, നമ്മൾ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി അമലുകൾ ചെയ്യുന്നവരാണല്ലോ. റമദാനിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ ബാക്കിയുള്ള 11 മാസങ്ങളിൽ നിന്ന് വ്യതിരിക്തമായിട്ടാണ് അള്ളാഹു പരിഗണിക്കുന്നതും കൂലി തരുന്നതും. ബാക്കി 11 മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമല് പോലെയല്ല റമദാനിന്റെ അമൽ അള്ളാഹു പരിഗണിക്കുന്നത്. ബാക്കി 11 മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലെയല്ല റമദാനിൽ അള്ളാഹു തരുക. പ്രവാചകന്റെ വാക്ക്, കുല്ലു അമലി ഇബ്നു ആദം ലഹു, ആദമിന്റെ മക്കൾ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾക്കുള്ളതാണ്. ഇല്ല സിയാം, നോമ്പൊഴികെ, ഫഇന്നഹു ലീ അന അജ്സീ ബി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. സഹോദരങ്ങളെ, നിസ്കാരമാർക്കുള്ളതാണ്? അള്ളാഹുവിനല്ലേ. ഹജ്ജാർക്കുള്ളതാണ്? അള്ളാഹുവിനല്ലേ. ദിക്ർ ദുആകൾ ആർക്കുള്ളതാണ്? അള്ളാഹുവിനല്ലേ. പിന്നെ എന്തേ നോമ്പെനിക്കുള്ളതാണ് എന്ന് പറയാൻ കാരണം? അതിന് ബാക്കിയുള്ള അമലുകളെക്കാളും ശ്രേഷ്ഠത ഞാൻ നൽകുന്നു. എന്നിട്ട് പ്രവാചകന്റെ ഒരു വാക്കുണ്ട്, നമ്മൾക്ക് ആവേശം നൽകുന്ന വാക്കാണ്. കുല്ലു അമലി ഇബ്നു ആദം, നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും യുളാഅഫു ഹസനത 10 അംസാലിഹാ ഇലാ 700 ളഅഫിൻ, ബാക്കി ഏത് ദിവസങ്ങളിലും നമ്മളൊരു നന്മ ചെയ്താൽ, ഒരു സാധുവിനെ സഹായിച്ചാൽ, നമ്മളൊരു സത്യം പറഞ്ഞാൽ, നുണ പറയാതിരുന്നാൽ, ഹറാമിൽ നിന്ന് മാറിയിരുന്നാൽ 10 മുതൽ 700 ഇരട്ടി വരെയാണ് സാധാരണ ദിവസങ്ങളിൽ ഒരു നന്മക്കുള്ള പ്രതിഫലം. തിന്മക്ക് 1 സമം 1 മാത്രമാണ്. എന്നാൽ ഇല്ല സൗം, നോമ്പൊഴികെ, നോമ്പിന് ഫഇന്നഹു ലീ വ അന അജ്സീ ബി, നോമ്പവൻ എനിക്ക് വേണ്ടി
ആരാരും അറിയാതെ ഒരാൾക്ക് പോലും ചൂഴ്ന്നന്വേഷിക്കാൻ കഴിയാത്ത വിധം ഇഖ്ലാസിൽ ചെയ്തതാണ്. അതുകൊണ്ട് അവന് നോമ്പിന്റെ കൂലി, റമദാനിലെ കൂലി നിർണയിച്ചിട്ടില്ല അല്ലാഹ്. അറ്റമില്ലാത്ത കൂലിയാണ്. നമ്മൾ 10,000 രൂപ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ഒരു വേള അള്ളാഹു 5 പള്ളി നിർമ്മിച്ചതിന്റെ കൂലി എഴുതി വെച്ചേക്കാം. നമ്മൾ റമദാനിൽ ഒരു തവണ ഖത്തം തീർത്താൽ 10,000 തവണ ഖത്തം തീർത്തതിന്റെ കൂലി അള്ളാഹു എഴുതി വെച്ചേക്കാം. നമ്മൾ ഒരു തവണ പള്ളിയിലേക്ക് നടന്നു വന്നാൽ 50,000 വർഷം നടന്നതിന്റെ കൂലി റമദാനിൽ അള്ളാഹു എഴുതി വെച്ചേക്കാം. റമദാനിൽ അറ്റമില്ലാത്ത കൂലിയാണ്. ബാക്കിയുള്ള മാസങ്ങളിലാണ് 10 മുതൽ 700 വരെ. ആറാമത്തെ സവിശേഷത, റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹു മറ്റു മാസങ്ങളെക്കാൾ ഉത്തരം നിശ്ചയിച്ചത് റമദാനിലാണ്. പ്രവാചകന്റെ വാക്ക്, സലാസു ദഅവാത്തിൻ മുസ്തജാബുൻ, 3 പ്രാർത്ഥനകൾ അള്ളാഹു ഉത്തരം നൽകും. എന്നിട്ട് അടുത്ത വാക്കെന്തറിയോ? ലാ ശക്ക ഫീഹിന്ന, അതിൽ ഒരാൾക്കും സംശയം വേണ്ട. ഈ 3 പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം നൽകുമോ എന്ന വിഷയത്തിൽ ഒരു കടുകുമണി പോലും സംശയിക്കണ്ട. അതിലൊന്ന് ദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന. സഹോദരങ്ങളെ, നമ്മൾക്ക് എന്തൊക്കെ പ്രാർത്ഥിക്കാണ്ട്? നമ്മുടെ പരലോകം, നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾ, നമ്മുടെ ബാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ കടങ്ങൾ, സമ്പത്ത്, മക്കൾ, കുടുംബം, രാജ്യം, ഇവിടെയുള്ള സംരക്ഷണം, ലോകത്തുള്ള മുസ്ലിമീങ്ങൾ, നമ്മുടെ ആരോഗ്യങ്ങൾ, നമ്മുടെ ആയുസ്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രവാചകന്റെ ഒരു വാക്കുകൂടി പറയാൻ, ഇന്നലിസ്വാഇമി ഇൻദ ഫിത്രിഹി ലദഅവത്തുൻ മാ തറുദ്ദു, ഒരിക്കൽ പോലും അള്ളാഹു പരിഗണിക്കാതിരിക്കുന്ന, ഒരിക്കൽ പോലും പടച്ചോൻ പരിഗണിക്കാത്ത വിധം, അള്ളാഹു ഒരിക്കൽ തട്ടിമാറ്റാത്ത വിധം ഒരു ദുആയുണ്ട്. അത് നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. നമ്മളെ പ്രാർത്ഥിക്കുക. ബാക്കിയുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ പ്രാർത്ഥന കൊണ്ട് സജീവമാകേണ്ട. ഞാൻ അങ്ങാടിയിലാണോ? പ്രാർത്ഥിക്കുക. അടുക്കളയിൽ ജോലിയാണോ? പ്രാർത്ഥിക്കുക. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയാണോ? പ്രാർത്ഥിക്കുക. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അറ്റമില്ലാത്ത കൂലിയോടൊപ്പം ഒരിക്കൽ പോലും തടയാത്ത പ്രാർത്ഥന റമദാനിൽ അള്ളാഹു നമ്മൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ചു. 7ാമത്തേത് റയ്യാൻ കവാടമാണ്. നമ്മൾക്കറിയാം, പരലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന് വ്യത്യസ്തങ്ങളായ പേരുകൾ, സ്വർഗത്തിന്റെ കവാടങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ പേരുകൾ നൽകിയിട്ടുണ്ട്. ആ 7 കവാടങ്ങളിലൂടെയും പ്രവേശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കും എന്ന് ഹദീസുകളിൽ കാണാം. അതിലൊരു കവാടത്തിന്റെ പേര് ഇന്ന ഫിൽ ജന്നത്തി ബാബൻ, സ്വർഗത്തിനൊരു വാതിലുണ്ട്. യുഖാലു ലഹു റയ്യാൻ, അതിന് അല്ലാഹു റയ്യാൻ എന്നാണ് ആ വാതിലിന് പേരിട്ടത്. യദ്ഖുലു മിൻഹു അസ്വാഇമൂന യൗമൽ ഖിയാമ, പരലോകത്ത് ആ വാതിലൂടെ റമളാനിൽ ആത്മാർത്ഥമായി നോമ്പെടുത്ത് അള്ളാന്റെ തൃപ്തി കിട്ടിയവരെ അള്ളാഹു ആ വാതിലൂടെ പ്രവേശിപ്പിക്കും. അടുത്ത വാക്കെന്തറിയോ? ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറഹു, റമളാനിനെ ഉപയോഗപ്പെടുത്തിയവരെ പ്രവേശിക്കൊള്ളൂ, അല്ലാത്തവൻ അള്ളാഹു അവിടെ ഷട്ടറിടും, പ്രവേശിക്കണ്ട എന്ന് പറയും. എന്നിട്ട് ഉറക്കെ വിളിക്കും, ഐന യുഖാലു ഐന സ്വായിമൂൻ, എവിടെ നോമ്പ് നോറ്റവർ, എവിടെ തറാവീഹ് നമസ്കരിച്ചവർ, എവിടെ ദിക്റുകൾ ചൊല്ലിയവർ, എവിടെ റമളാനെ പ്രത്യേകമായി പരിഗണിച്ചവർ, എവിടെ ദാനധർമ്മം കൂടുതൽ നൽകിയവർ, എവിടെ അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്തവർ, എവിടെ അള്ളാഹു അറ്റമില്ലാത്ത കൂലി നൽകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമല് ചെയ്തവർ, എവിടെ കൂടുതലായി എന്നോട് പ്രാർത്ഥിച്ചവർ, എവിടെ എന്ന അള്ളാഹുവിന്റെ വിളിയാളമുണ്ടാകും. ഫഇദാ ദഖലു, അതിനെ ഉപയോഗപ്പെടുത്തിയവർ റയ്യാൻ കവാടത്തിലൂടെ പ്രവേശിച്ചാൽ ഉഗ്ലിഖ, അതോടുകൂടി ആ വാതിലുകൾ അടക്കും. ഫലം യദ്ഖുലു മിൻഹു അഹദുൻ, പിന്നീട് ഒരിക്കൽ പോലും ഒരാൾ പോലും ആ വാതിലൂടെ പ്രവേശിക്കൂല. നോമ്പുകാരന്, റമളാൻ ഉപയോഗപ്പെടുത്തിയവന് മാത്രം അള്ളാഹു ഒരുക്കി വെച്ചതാണ് റയ്യാൻ എന്ന കവാടം. 8ാമത്തേത്, റമളാൻ നമ്മൾക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി ശുപാർശ പറയും. സഹോദരങ്ങളെ, പരലോകം ആലോചിച്ച് നോക്കുക. കോടാനുകോടി മനുഷ്യർ, ആ മനുഷ്യർക്കിടയിൽ പരിപൂർണ നഗ്നരായി അള്ളാഹുവിന്റെ മുന്നിൽ വിറയാർന്ന് ചെയ്തു വെച്ച നന്മകളുടെയും തിന്മകളുടെയും കണക്കുകൾ അള്ളാഹു പറയാതെ തന്നെ ബോധ്യപ്പെടുന്ന ഒരു സമയം, അവനവൻ ചെയ്ത പാപത്തിന്റെ അടിസ്ഥാനത്തിൽ മുട്ടുകാൽ വരെയോ അരവരെയോ കഴുത്തുവരെയോ
നിന്ന് പടച്ചോന്റെ മുന്നിൽ എന്തായിരിക്കും വിധി എന്നറിയാതെ വിറയാൻ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പരലോകത്ത് വെച്ച് വിളിയാളം നമ്മുടെ പേര് കേൾക്കാൻ, മുഹമ്മദ് എവിടെ, അബ്ദുറഹ്മാൻ എവിടെ, ഫാത്തിമ എവിടെ, അവർക്ക് സ്വർഗം നൽകണമേ അല്ലാ, നമ്മുടെ പേര് വിളിച്ചിട്ട് നമ്മൾക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി ശുപാർശ പറയുന്നു. ആര്? അൽ ഖുർആൻ വറമളാൻ യശ്ഫഅനി ഫീ യൗമിൽ ഖിയാമ. പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമളാനും നമ്മൾക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ പറയും. പേരെടുത്തു പറയും. നമ്മൾ നമ്മുടെ പേര് പരിശുദ്ധ റമളാൻ സ്വർഗത്തിന് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി റമളാനെ നമ്മൾ സജീവമാക്കുക. 9-ാമത്തേത് ലൈലത്തുൽ ഖദറാണ്. ഏവർക്കും അറിയാം, ഇന്നാ അൻസൽനാ ഫീ ലൈലത്തുൽ ഖദർ. അല്ലാഹു ലൈലത്തുൽ ഖദർ ഇറക്കിയത് ഈ റമളാൻ മാസത്തിലാണ്. സഹോദരങ്ങളെ, 1000 മാസത്തെക്കാൾ പുണ്യമെന്ന് പറഞ്ഞാൽ 83 വർഷം ഒരാൾ തുടർച്ചയായി ഇബാദത്തെടുത്താൽ അയാൾക്ക് ലഭിക്കുന്ന കൂലിയാണ് ഒരൊറ്റ രാവ് കൊണ്ട് അല്ലാഹു നൽകുന്നത്. അല്ലാഹു നിശ്ചയിച്ചത് ഈ റമളാനിലാണ്. 10-ാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കൂലിയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന മറ്റു സമയങ്ങളുമുണ്ടല്ലോ, കൂലി അധികമായി ലഭിക്കുന്ന മറ്റു മാസങ്ങളുമുണ്ടല്ലോ, ശുപാർശ പറയുന്ന മറ്റു സംവിധാനങ്ങളുമുണ്ടല്ലോ, പവിത്രമാക്കപ്പെട്ട മറ്റു ദിവസങ്ങളുമുണ്ടല്ലോ. റമളാനിന്റെ പുണ്യങ്ങൾ പറയുമ്പോൾ ബാക്കിയുള്ള പുണ്യങ്ങളും ബാക്കിയുള്ള ദിവസങ്ങളുടെ പുണ്യങ്ങളും ഒരുമിച്ച് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ 10-ാമത്തെ സവിശേഷത സഹാബാക്കൾ നബിയോട് പറഞ്ഞു, മുർനി ബി അമലിൻ യുദ്ഖിൽനി അൽ ജന്ന. റസൂലുള്ളാഹ് ഉറപ്പായിട്ടും സ്വർഗം കിട്ടും എന്ന് തീർച്ചപ്പെടുത്തുന്ന ഒരു അമൽ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. സഹാബാക്കൾ ഒന്നിച്ച് നബിയോട് ചോദിക്കാൻ, നബിയെ, ഞങ്ങൾ ആ അമൽ ചെയ്താൽ ബാക്കിയുള്ള ഒരു അമല് പോലെയുമല്ലാത്ത വിധം സ്വർഗം ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു അമൽ പറഞ്ഞു തരൂ. പ്രവാചകന്റെ വാക്ക് അലൈക ബിസ്സൗം, റമളാനിൽ നോമ്പെടുത്തടാ. അടുത്ത വാക്ക് എന്തറിയോ? ലാ അദില ലഹു ലാ മിസ്ല ലഹു, അതിനോട് സമാനമായ ഒരു കൂലിയില്ല. റമളാനിലെ നോമ്പുമായി സമാനമായ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസമില്ല. റമളാനിന് സമാനമായ ഒരു സെക്കൻഡ് ഇല്ല. റമളാനിന് സമാനമായ ഒരു മാസമില്ല. റമളാനിന് സമാനമായ ഒരു ദിവസമില്ല. അതുകൊണ്ട് റമളാനിലെ നോമ്പെടുത്തോളൂ, അല്ലാഹു നിങ്ങൾക്ക് പരിഗണിക്കും, സ്വർഗം നൽകും. അതുപോലെ മറ്റൊന്നുമില്ല. സഹോദരങ്ങളെ, പ്രാർത്ഥിക്ക. റമളാൻ ജീവിതത്തിലേക്ക് വരാനും ആത്മാർത്ഥമായി അധ്വാനിക്കാനും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ്. അല്ലാഹു നമ്മൾക്ക് പരിശുദ്ധ റമളാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റമളാനുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ, നിയമങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പെട്ടെന്നതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. സംശയമുണ്ടെങ്കിൽ പിന്നീടുള്ള ഖുത്ബകൾ നമ്മൾക്ക് സൂചിപ്പിക്കാവുന്നതുമാണ്. ഏറ്റവും പ്രധാനമായൊരു സംഗതി, റമളാനിൽ ഈ നോമ്പ് എല്ലാവരും മുമ്പത്തെ പോലെ അല്ല, എല്ലാവരും നോമ്പ് നോൽക്കുന്നവരാണ്. എന്നാൽ സാന്ദർഭികമായി പറയാണ്, ഏതെങ്കിലും ആൾക്കാർ നോമ്പ് നോൽക്കണില്ലെങ്കിൽ, അങ്ങനെ ചില ആൾക്കാർ നമ്മുടെ ലിബറൽ വാദമോ നാസ്തികവാദമോ ഒക്കെ തലയിൽ കയറിയിട്ട് എന്തിനാ അപ്പം നോമ്പോക്കേണ്ട കാര്യമുണ്ടോ, പണ്ടൊക്കെ ആയിരുന്നു ഹോട്ടലൊക്കെ വെച്ചിട്ടിയത്, എന്നാലും അങ്ങനെ ഏതെങ്കിലും ആളുകൾ നമ്മുടെ മഹലിൽ ഉണ്ടെങ്കിൽ നോമ്പോൽക്കാതെ, അല്ലെങ്കിൽ 10 നോമ്പ് കഴിഞ്ഞിട്ട് അവിടെ ഏതെങ്കിലും കോമഡി ആക്കിയാണ്ട് അവിടെ പുതിയൊരു ഹോട്ടലിൽ തുടങ്ങി കുടുങ്ങിയേറുന്ന ഹോട്ടൽ തുടങ്ങിയിരിക്കണ്, നമുക്ക് അങ്ങോട്ട് പോകാം, പാലത്തിന്റെ അവിടെ വേറെ എണ്ണുണ്ട്, അതൊക്കെ ഭയങ്കര സംഭവമാക്കിയാണ്ട് അങ്ങനെ തീരുമാനിക്കുന്ന ചില ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ മഹലിലില്ല, ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ഒരു ഫത്വ ആ വിഷയത്തിൽ പറയാൻ, അതാണ് ആ വിഷയത്തിൽ ആദ്യം പറയേണ്ടത്. ലജ്നത്തു ദായിമ, സൗദിയുടെ ഭരണകൂടം ഒന്നിച്ച് മുഴുവൻ പണ്ഡിതന്മാരും ഒരുമിച്ച് നടത്തിയ ഫത്വയാണ്. മൻ തറക സൗം ജുഹദൻ, ഒരാള് ബോധപൂർവം റമദാനിലെ നോമ്പ് എടുക്കൂല എന്ന് പറഞ്ഞാൽ എന്തിനാ കുറെ നോമ്പ്, എന്താ നോമ്പ് വെച്ചിട്ട് അള്ളാഹ്ക്ക് ഇങ്ങനെ നിഷേധിച്ചുകൊണ്ട് ഒരാൾ നോമ്പെടുത്തില്ല. ലിവുജൂബിഹി, ഫർലായ റമദാനിലെ നോമ്പ്
ഫഹുവ കാഫിറുൻ ഇജ്മാ. പണ്ഡിത ലോകത്ത് ഒരു വ്യത്യാസമില്ല, ഇജ്മാ ആയി പറയുന്നു അയാൾ കാഫിറാണ്, ഇസ്ലാം എന്ന് പുറത്തുപോയി. എന്തിനാ നോമ്പ്? അതിന്റെ കാര്യമൊന്നുമില്ല. പട്ടിണി കിടക്കണ എന്തിനാണ് എന്ന് ചോദിക്കുന്ന ഏതെങ്കിലും ആളുകൾ അങ്ങനെ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ കാഫിറാണ്, ഇസ്ലാം എന്ന് പുറത്തുപോയി. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തേത് അതിൽ വമൻ തറക്കഹു കസ്ലൻ വതഹാവുനൻ. ആരെങ്കിലും ഇങ്ങനെ കോമഡിയാക്കി മടിയായി ഇന്നിപ്പോ ഒന്ന് ഒഴിവാക്കാം എന്ന് വിചാരിച്ച് ഏതെങ്കിലും ആളുകൾ ഒഴിവാക്കി തുടങ്ങിയാൽ, ഞാൻ യുവാക്കളോട് പ്രത്യേകിച്ച് പറയാണ്, എന്റെ ചങ്ങായിമാർ ഓലൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നാളെ എടുക്കണ്ടടാ എന്ന് പറഞ്ഞിട്ട് ഒരു കോമഡിയിൽ അള്ളാഹുവിന്റെ ഇബാദത്തിനെ കൊച്ചാക്കാൻ നിന്നാൽ ഒന്നാമത്തെ വിധി ലാകിന്നഹു അലാ ഖത്റത്തിൻ കബീറ ബിതർക്കിഹി റുക്നൻ മിൻ അർക്കാനിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നു തകർത്ത വൻ പാപമാണ് അയാൾ ചെയ്യുന്നത്. എന്താ സോങ്ങളെ ഹദീസിലൊക്കെ വന്നറിയോ? ഹദീസിൽ ദുഅഫുണ്ട്, ഈ പറയാൻ പോണ ഹദീസിൽ ദുഅഫുണ്ട്. ആശയം പണ്ഡിതന്മാർ മുഴുവൻ ശരിവെച്ചതാണ്. അതെന്താന്ന് വെച്ചാൽ റമളാനിൽ ഒരു നോമ്പ് ഒരാൾ കൽപ്പിച്ചൂട്ടി ഒഴിവാക്കി, അതിന് പകരം ആയുഷ്കാലം വരെ നോമ്പെടുത്താലും റമളാന്റെ ഒരു നോമ്പിന് പകരാവൂല. വീടും റമളാനിന്റെ ഒഴിവായ നോമ്പ് വീടും, പക്ഷേ കൂലിക്ക് പകരാവൂല. സോങ്ങളെ ഒരിക്കൽ പോലും നമ്മളോ നമ്മുടെ കുടുംബമോ നമ്മുടെ മക്കളോ റമളാനിൽ നോമ്പ് ഉപേക്ഷിക്കുന്നവരാകരുത്. ഒരിക്കൽ പോലും. വയസ്തഹിഖു ഉഖൂബത്തുൻ വതഅദീബുൻ മിൻ വലിയിൽ അംർ. ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ അങ്ങനെ നോമ്പ് ഒഴിവാക്കുന്നവരെ പള്ളിയിലേക്ക് വിളിച്ചു വരുത്തി ബോധ്യപ്പെടുത്തി ശിക്ഷ വരെ നൽകാം എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ലോകത്ത് ഇജ്മാ ആണ്. നമ്മൾ ഒരിക്കൽ പോലും നോമ്പ് ഒഴിവാക്കരുത്. ഒന്ന്. പിന്നീടുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്, നിയ്യത്താണ്. നിയ്യത്ത്, നോമ്പിന്റെ നിയ്യത്ത് മനസ്സാണ്. അതുകൊണ്ടാണ് ആ നിയ്യത്തുണ്ടായത് കൊണ്ടാണ് നമ്മൾ അലാറം വെക്കുന്നത്, നമ്മൾ സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് നിയ്യത്തുണ്ടാകണം. നിയ്യത്ത് പ്രധാനമാണ്, നിയ്യത്തുണ്ടാകണം. നിയ്യത്ത് ലഫ്ളല്ല, മനസ്സിലാണ്. ആ മനസ്സിന്റെ ശുദ്ധി കൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. രണ്ട്, അത്താഴമാണ്. നമ്മൾ കഴിക്കാറുണ്ട്, എന്നാലും ഒരു കാര്യം സാന്ദർഭികമായിട്ട് പറയാണ്, അത്താഴം കഴിക്കുന്നത് പ്രത്യേകമായ പുണ്യമാണ്. അത്താഴം കഴിക്കുന്നത് പ്രത്യേകമായ പുണ്യമാണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ ആ സമയത്ത് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവും. നമ്മളെ ഒരു പച്ചവെള്ളമെങ്കിലും കുടിക്കുക, ആ സമയത്ത് എഴുന്നേൽക്കുക. ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പ്രയാസമുള്ളവർ ബിസ്മില്ലി അത്താഴത്തിന് സമാനമായി ഒരു കാരക്കയോ പച്ചവെള്ളോ എന്തെങ്കിലും കഴിക്കണം. അത്താഴം കഴിക്കാതിരിക്കരുത്. മൂന്നാമത്തെ കാര്യം നമ്മുടെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നോമ്പ് തുറക്കേണ്ടത് എപ്പോഴാണ്? ഒറ്റ വാക്കിൽ ഉത്തരം എന്താ അറിയോ? സമയമായാൽ നോമ്പ് തുറക്കുക. ഇതാണ് ഹദീസിലൊക്കെ ഉള്ളത്. സമയമായാൽ നോമ്പ് തുറക്കുക. അപ്പൊ 6:45 വെക്കുക. അള്ളാഹിന്റെയൊക്കെ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നതും പ്രവാചകൻ പറഞ്ഞ വാക്കിനോട് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളതും നമ്മൾ ഖൈറിലാകലും ആ കറക്റ്റ് ടൈമിന് തുറക്കലാണ്. പ്രവാചകന്റെ വാക്ക് നോക്കിട്ടോ, ലാ യസാലുന്നാസു ബി ഖൈരിൻ, മനുഷ്യന്മാരൊരിക്കലും നന്മയിലാകൂല മാ അജ്ജലു അൽ ഫിത്ര, കറക്റ്റ് ടൈമിന് നോമ്പ് തുറക്കാത്തിടത്തോളം കാലം. എന്നിട്ട് നമ്മളോടുള്ള വാക്കാട്ടോ, അത് കേൾക്കുമ്പം ഒരു ഹദീസാണല്ലോ, അടുത്ത നബിന്റെ വാക്ക്, അജ്ജിലു അൽ ഫിത്ര, വിശ്വാസികളെ സമയമായാൽ ഉടനെ നോമ്പ് തുറക്കണം. അടുത്ത വാക്ക് ഫഇന്നൽ യഹൂദ യുഅഖിറൂൻ, ജൂതന്മാരെ പരിപാടിയാണ് ടൈമായാലും 2 മിനിറ്റ് കൂടി കാത്തിക്കാം, ഒരു 1.5 മിനിറ്റ് കൂടി. നമ്മളെ നാട്ടിൽ അങ്ങനെ ഉണ്ട്, നോമ്പർക്ക് ഇങ്ങനെ നിന്നിട്ട് നമ്മളെ പള്ളിക്കെന്നല്ലേ കൊടുത്തിട്ടുള്ളൂ, അപ്പുറത്തും കൂടി കാത്തിക്കും. എന്നിട്ട് ചില ആൾക്കാർ അതൊരു ഭക്തിയായിട്ട്, ഏത് 2 മിനിറ്റ് കാത്തിക്കൽ സൂക്ഷ്മത. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് കാത്തിക്കലല്ല, അല്ല. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് കാത്തുകലല്ല. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അള്ളയും റസൂലും പറഞ്ഞ സമയത്ത് ചെയ്യാന്നുള്ളതാണ്. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ നാട്ടുകാരുണ്ടാക്കിയ സൂക്ഷ്മതയാണ് 46, 48 ആയിക്കോട്ടെ എന്ന് ഉറപ്പിച്ചോളും, മുറിയാൻ നിൽക്കണ്ട. അത് നമ്മുടെ നാട്ടിൽ നാടന്മാരുണ്ടാക്കിയതാണ്, ദീനിലില്ല. അത് ജൂതന്മാരെ പരിപാടിയാണ്. കറക്റ്റായാൽ നോമ്പ് തുറക്കുക. അതിന് നമ്മൾ സമയമായാൽ നോമ്പ് തുറക്കുന്നതിന് ആക്ഷേപിക്കാതെയും ഇരിക്കുക. സഹോദരങ്ങളെ, പിന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഭക്ഷണം, പാനീയം, റമദാനിന്റെ പകലിലുള്ള ശാരീരിക ബന്ധം മതപരമായത് കൊണ്ട് പറയാണ്. ഈ ഹുന്ന ലിബാസുല്ലക്കും വൻതുൽ ലിബാസുല്ലഹുന്ന, നിങ്ങൾ പരസ്പരം ഭാര്യാഭർത്താക്കന്മാർ വസ്ത്രമാകുന്നു എന്ന ആയത്തിന്റെ പശ്ചാത്തലം സഹാബാക്കളിൽ ചിലർ
ഭക്തിയാണ് എന്ന് കരുതി നോമ്പ് തുറന്നതിന് ശേഷവും അവർ പരസ്പരമുള്ള ഭാര്യാഭർത്തൃബന്ധം വേണ്ട എന്ന് വെച്ചപ്പോൾ അള്ളാഹു ഇറക്കിയതാണ് റമദാന്റെ പകൽ സമയത്ത് ശാരീരിക ബന്ധം നോമ്പ് മുറിക്കും, അല്ലാത്ത സമയത്ത് പുണ്യകരവുമാണ്. മറ്റുള്ളത് കരുതിക്കൂട്ടിയുള്ള ഛർദിലാണ്, നമ്മൾക്ക് ചെയ്യാറില്ല, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെടുന്നതാണ്. സഹോദരങ്ങളെ, ബാക്കിയുള്ളതെല്ലാം ഒരാൾ ഇൻഹേലർ ഉപയോഗിക്കുക, നോമ്പ് മുറിയുന്ന കാര്യമല്ല. പല്ല് തേക്കുക, നോമ്പ് മുറിയുന്ന കാര്യമല്ല. ഒരാൾ സുഗന്ധം ഉപയോഗിക്കുക, നോമ്പ് മുറിയുന്ന കാര്യമല്ല. അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ ബ്ലഡ് പരിശോധിക്കാൻ പോയി, നോമ്പ് മുറിയുന്ന കാര്യമല്ല. നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണമായോ, നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിന് പകരമായ സംവിധാനങ്ങളുമായോ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുക, ഭക്ഷണത്തിന് പകരമുള്ള സംഗതി, നോമ്പ് മുറിയും. അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നോമ്പ് മുറിയുക. മക്കൾക്ക് പരീക്ഷയാണ്, പ്രോത്സാഹിപ്പിക്കുക, നോമ്പ് എടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ചൂടൊക്കെ ഉണ്ട്, ചെറിയ മക്കളെ ചെറിയ രൂപത്തിൽ നമ്മൾ പണ്ട് നമ്മുടെ വല്യാപ്പാരൊക്കെ ചെയ്ത പോലെ സമ്മാനങ്ങൾ കൊടുത്തിട്ടെങ്കിലും സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? 10 മണി വരെ നോമ്പൊൽപ്പിക്കുക, 11 മണി വരെ നോമ്പൊൽപ്പിക്കുക. ചെറിയ മക്കളെ വിശക്കുമ്പോൾ അവർ കഴിച്ചോട്ടെ. പക്ഷെ ഒരു റമദാനിൽ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ മക്കളെ നമ്മൾ ചെറുപ്പത്തിലെ പരിശീലിപ്പിച്ചു കൊണ്ടുവരിക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നമ്മുടെ മദ്രസ ഹാളിൽ വെച്ച് അഹ്ലർ റമദാൻ എന്ന് പറയുന്ന മനോഹരമായൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് മഗ്‌രിബിന് ശേഷമായിരിക്കും, ശനിയാഴ്ച മഗ്‌രിബിന് ശേഷമായിരിക്കും നമ്മുടെ മദ്രസ ഹാളിൽ വെച്ചിട്ട് എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കുക. അള്ളാഹു ഈ റമദാനിനെ നമ്മൾക്ക് സന്തോഷകരമായി നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, റമദാനിൽ സ്വർഗം നേടുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും പ്രാർത്ഥനകൾ മുഴുവൻ സ്വീകരിക്കാനും അറ്റമില്ലാത്ത പ്രതിഫലം ലഭിച്ച് അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാകാനും നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂടെ ജീവിച്ച ഒരുപാട് ആളുകൾ ഇന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട് നാഥ. അവർക്കെല്ലാം നീ ഖബറം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിൽ പലരും വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. റഹ്മാനായ നാഥ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, റമദാനിൽ കൂടുതൽ സജീവമായി ഇബാദത്ത് എടുക്കുവാനുള്ള തഖ്വയും ഈമാനും നാഥ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, റമദാനിൽ പോലും ആലസ്യത്തിലേക്ക് നയിക്കുന്ന പൈശാചികതയിൽ നിന്നാഥ രക്ഷപ്പെടുവാനുള്ള തഖ്വ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാത്ത ധീരമോഹിതകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, റമദാനായിട്ട് പോലും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഞങ്ങളുടെ സാധുക്കളായ കുടുംബക്കാർ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ നാഥ അത്തരം ആളുകൾക്കെല്ലാം സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.